സാർ, നമ്മുടെ സമൂഹം എന്ന് പറയുന്നത് വിശ്വാസികളും അവിശ്വാസികളും പരസ്പര ബഹുമാനത്തോടെ സമാധാനത്തോടെ കഴിയുന്ന ഒരു ബഹുസ്വര സമൂഹമാണ്. വിശ്വാസത്തെയും ആചാരങ്ങളെയും ഒക്കെ സ്വാഗതം ചെയ്യുകയും അതിനാവശ്യമായ സംരക്ഷണവും ഉറപ്പുവരുത്തേണ്ടതാണ്. കാരണം സമൂഹത്തിൻ്റെ ഭൂരിഭാഗം വരുന്നവരും വിശ്വാസികളായി നമുക്ക് കാണാൻ കഴിയും. എന്നാൽ അന്ധവിശ്വാസങ്ങളെയും അനാചാരങ്ങളെയും നാം എതിർക്കേണ്ടതുമാണ്. ഈ ആധുനിക സമൂഹത്തിൽ നരബലിയും മൃഗബലിയും കൂടോത്രവും മറ്റും അപമാനകരമാണ് എന്ന് സൂചിപ്പിക്കാനാണ് ഇക്കാര്യം ഉദ്ദേശിച്ചത്. അന്ധവിശ്വാസത്തിൽ അഭിരമിക്കുന്നവരെ പൊതുസമൂഹം പുച്ഛിച്ചു തള്ളുമെന്നുള്ളതിൽ യാതൊരു സംശയമില്ല. നിർഭാഗ്യവശാൽ പൊതുപ്രവർത്തകർക്കിടയിൽ ഇന്ന് ചർച്ചയായിട്ടുള്ള കൂടോത്ര വിവാദം പ്രബുദ്ധ കേരളത്തിന് തന്നെ നാണക്കേടാണ് എന്ന് ഈ അവസരത്തിൽ സൂചിപ്പിക്കുകയാണ്. കോൺഗ്രസ് എന്നാൽ കൂടോത്രം, കൂടോത്രം എന്നാൽ കോൺഗ്രസ് എന്നുള്ള നിലയിലേക്ക് മാറിയിരിക്കുകയാണ്. ശാസ്ത്രം ഇത്രയേറെ വളരുന്നൊരു ഘട്ടത്തിൽ വളർച്ചയില്ലാത്തവരായി കോൺഗ്രസ് മാറുന്നു എന്നുള്ളതും പ്രത്യേകമായി സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുന്നു. സർ, വിപ്ലവകരമായ പല തീരുമാനങ്ങളും നടപ്പിലാക്കാൻ കഴിഞ്ഞ ഗവൺമെൻറ്റാണ് കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ സർക്കാർ, പിണറായി വിജയൻ നേതൃത്വം കൊടുക്കുന്ന സർക്കാർ. പട്ടികജാതി പട്ടികവർഗ പിന്നോക്ക വിഭാഗങ്ങൾക്ക് ഒരു സമയത്ത് അമ്പലത്തിൽ കയറാനോ അമ്പലത്തിൻ്റെ ഭാഗങ്ങളിലൂടെ വഴികളിലൂടെ നടക്കാനോ കഴിയാത്തൊരു സാഹചര്യത്തെക്കുറിച്ച് ഞാനും നിങ്ങളുമെല്ലാം നന്നായി ചർച്ച ചെയ്തിട്ടുണ്ട്, നന്നായി പ്രസംഗിച്ചിട്ടുണ്ട്. എന്നാൽ ഈ കാലഘട്ടത്തിൽ ശ്രീകോവിലിൻ്റെ അകത്തേക്ക് അവരെ പ്രവേശിപ്പിക്കുന്നതിന്, ശാന്തി നടത്തുന്നതിന്, നിയമനം നടത്തുന്നതിന് സാഹചര്യം രൂപപ്പെടുത്തിയ ഇച്ഛാശക്തിയുള്ള ഗവൺമെൻറ്റാണ് സഖാവ് പിണറായി വിജയൻ്റേതെന്ന് ഈ അവസരത്തിൽ എടുത്തു പറയാൻ ആഗ്രഹിക്കുകയാണ്. നേരത്തെ പ്രതിപക്ഷത്തിൽ നിന്ന് സംസാരിച്ച ശ്രീ മഞ്ഞളാംകുടി അലി അവർകൾ രാധാകൃഷ്ണൻ സഖാവിനെ നമ്മുടെ നാടിനാകെ മാതൃകയായി പട്ടികജാതി വകുപ്പ് വളരെ കാര്യക്ഷമതയോടെ പ്രവർത്തിച്ച മന്ത്രിയെ നാട് കടത്തി എന്ന് പറയുന്നത് വളരെയേറെ ദയനീയമായി തോന്നുകയാണ്. കാരണം അവരുടെ എം പിമാരിവിടൊക്കെ നാട് കൂടോത്രം ചെയ്ത് വിട്ടതല്ല, ജനങ്ങൾ വോട്ട് ചെയ്ത് വിജയിപ്പിച്ച് ആണ് അദ്ദേഹം എം പിയായി പാർലമെൻറ്റിലേക്ക് പോയിരിക്കുന്നത്. സർ, നവകേരള നിർമ്മിതിക്കായി കാലത്തിന് അനുയോജ്യമായ നിരവധി വികസന പ്രവർത്തനങ്ങളുമായി മുന്നേറുന്നു ഇടതുപക്ഷ ജനാധിപത്യ സർക്കാർ. സർ, മുഖ്യധാരയിൽ നിന്നും വിവിധങ്ങളായ സാമൂഹ്യ സാഹചര്യങ്ങളാൽ അകറ്റി നിർത്തപ്പെട്ടിട്ടും അവഗണനയും ഒറ്റപ്പെടുത്തലുകളും നേരിട്ട് ഒരു സമൂഹത്തെ ചേർത്തുപിടിച്ച നാടുകളാണ് സാർ കഴിഞ്ഞ 8 വർഷത്തെ ഭരണം. സർ, ഈ ധനാഭ്യർത്ഥനകളെ ഞാൻ പിന്തുണയ്ക്കുകയാണ്. ഈ കഴിഞ്ഞ ദിവസമാണ് ബഹുമാന്യനായ KPCC പ്രസിഡന്റ് കണ്ണൂർ പാർലമെൻറ്റ് മണ്ഡലം MP-യുമായ ശ്രീ K. സുധാകരൻ്റെ വീട്ടുവളപ്പിൽ നിന്ന് കൂടോത്രവുമായി ബന്ധപ്പെട്ട ചില സാമഗ്രികൾ കണ്ടെത്തി എന്നുള്ള വാർത്ത വായിക്കാനിടയായത്. സ്വാഭാവികമായും ഭൗതികവാദത്തിൽ വിശ്വസിക്കുന്നവരൊന്നും അതുമായി ബന്ധപ്പെട്ട് ആഴത്തിൽ വിശകലനം ചെയ്യാനോ പഠിക്കാനോ സന്നദ്ധമാവില്ല. എന്നാൽ ഇന്നലെ ഈ കഴിഞ്ഞ ദിവസം ബഹുമാന്യനായ പ്രതിപക്ഷ നേതാവിൻ്റെ വാഹനം കാസർഗോഡ് എവിടെയോ വെച്ച് അപകടത്തിൽപ്പെട്ടു എന്നുള്ള വാർത്തയും വായിക്കാനിടയായി. ഞങ്ങളൊക്കെ ഭൗതികവാദികളും വൈരുദ്ധ്യാത്മിക ഭൗതികവാദം പഠിക്കുന്നവരൊക്കെ ആയതുകൊണ്ട് തന്നെ ഇത് രണ്ടും ഒരു കാരണവശാലും ഞങ്ങൾ ചേർത്ത് വായിക്കില്ല. പക്ഷേ ഇനി അങ്ങനെ ആരെങ്കിലും വായിച്ചിട്ടുണ്ടെങ്കിൽ അവരെ കുറ്റം പറയാനും കഴിയില്ല എന്നുള്ളതാണ് ഈ സമീപ ദിവസങ്ങളിലെ 2 വാർത്തകളിലൂടെ കാണാൻ വേണ്ടി കഴിയുന്നത്. KPCCയുടെ പ്രസിഡന്റ് K. സുധാകരൻ്റെ വീട്ടിലും ഓഫീസിലുമെല്ലാം തകിടും കൂടോത്രത്തിൻ്റെ സാമഗ്രികളുമെല്ലാം വെച്ചിട്ടുണ്ട് എന്നത് പ്രബുദ്ധമായ ഈ രാഷ്ട്രീയ കേരളം ഏറെ കുറ്റത്തോടു കൂടി തള്ളിക്കളയേണ്ട ഒരു കാര്യമാണ്. സാർ, അന്ധവിശ്വാസത്തിനും ആഭിചാരവുമെല്ലാം എത്രമാത്രം കോൺഗ്രസ് നേതാക്കന്മാരെ ബാധിച്ചിട്ടുണ്ട് എന്നതിൻ്റെ തെളിവ് കൂടിയാണ്. സാർ, പുരോഗമനം പ്രസംഗത്തിലും പ്രവൃത്തിയിൽ നൂറ്റാണ്ടുകൾക്ക് മുമ്പുള്ള ചിന്തയുമാണ് ഈ നേതാക്കൾക്കുള്ളത്. അന്ധവിശ്വാസത്തിനെതിരെ നിയമം പാസാക്കിയ നാട്ടിൽ സമൂഹത്തെ നേർവഴിക്ക് നയിക്കേണ്ട നേതാക്കൾ തന്നെ ഇത്തരം കാര്യങ്ങൾക്ക് പുറകെ പോകുന്നത് ശരിയല്ല. സാർ, എനിക്കിപ്പോൾ ഓർമ്മ വരുന്നത് മിഥുനം സിനിമയാണ്. ആ സിനിമ 90കളിൽ ഇറങ്ങിയ സിനിമയാണ്. മോഹൻലാലും അതോടൊപ്പം തന്നെ ജഗതി ശ്രീകുമാറും നെടുമുടി വേണുവെല്ലാം മത്സരിച്ചഭിനയിച്ച തേങ്ങയുടക്ക് സ്വാമി എന്ന് നെടുമുടി വേണുവിനോട് ജഗതി അലറിക്കരഞ്ഞുകൊണ്ട് പറയുന്നത് പോലെ ഒരു പക്ഷേ മിഥുനത്തിൻ്റെ 2ാം ഭാഗം സിനിമ ഇനി കേരളത്തിൽ ഇറങ്ങിയാൽ പല കോൺഗ്രസിൻ്റെ നേതാക്കന്മാർക്കും ആ സിനിമയിൽ അഭിനയിക്കാൻ ആവശ്യമായ ഒരു അവസരം ഈ ഒരു അവസരത്തിൽ ഉണ്ടാകുമെന്ന് ഈ സഭയുടെ മുമ്പാകെ പറയുകയാണ്.